നമസ്കാരം. 2027 നടക്കാനിരിക്കുന്ന ICCയുടെ ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ട ഇന്ത്യൻ ടീമിനെ അടിമുടി ഉടച്ചു വാർക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യ കോച്ചായ ഗൗതം ഗംഭീർ. 2 വർഷത്തിന് ശേഷം നടക്കാനിരിക്കുന്ന ടൂർണമെന്റിൽ നിലവിലെ ടീമിലെ പലരെയും ആവശ്യമില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. മോശം ഫോമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില വെറ്ററന്മാരെ ഒഴിവാക്കി കെട്ടുറപ്പുള്ള പുതിയൊരു നിരയെയാണ് ലോകകപ്പിനായി ഗംഭീർ ഒരുക്കാൻ ആഗ്രഹിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരെ സമാപിച്ച ബോർഡർ ഗവസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലേറ്റ 1-3 തോൽവി ഗംഭീറിനെയും വലിയ സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുകയാണ്. ടെസ്റ്റ് തനിക്ക് പറ്റിയ പണിയല്ല എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പോലും പറയുന്നത്. അതേസമയം ഏകദിനത്തിലും T20യിലും ഇത് ഗംഭീർ ആവർത്തിക്കുകയാണെങ്കിൽ, ഇതേ പ്രകടനമാണ് ആവർത്തിക്കുന്നതെങ്കിൽ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകും. വലിയ ചീത്തപ്പേരായിരിക്കും പിന്നെ ഗംഭീറിനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന മത്സരങ്ങൾ ഗംഭീറിനെ സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടങ്ങൾ കൂടിയാണ്. അദ്ദേഹത്തിനൊപ്പം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇതിന് പിന്നാലെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്നാണ് രോഹിത്തിനെ അടക്കം പുറത്താക്കി പുതിയൊരു ടീമിനെ ഒരുക്കാൻ ഗംഭീർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രോഹിത്തിനൊപ്പം ടീമിൽ നിന്ന് പേര് വെട്ടേണ്ട മറ്റൊരു വെറ്ററൻ താരത്തെയും അദ്ദേഹം നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റാർ ഓൾറൗണ്ടറും സൂപ്പർ ഫീൽഡറുമായ രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്താകാൻ പോകുന്ന വെറ്ററൻ താരം എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലുള്ളത്. ജഡേജയുടെ സമീപകാലത്തെ പ്രകടനങ്ങൾ ഗൗതം ഗംഭീർ സസൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്നും അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ ടീമിൽ നിന്നും ഒഴിവാക്കിയേക്കുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2027 ഏകദിന ലോകകപ്പാണ് ഗംഭീറിന്റെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ടീമിനെ ഇപ്പോൾ തന്നെ ഒരുക്കി നിർത്താനുള്ള ആസൂത്രണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അറിയുന്നുണ്ട്. രോഹിത് ശർമ്മയെ തീർച്ചയായും ഈ ടൂർണമെന്റിൽ കാണില്ല. അതോടൊപ്പമാണ് ജഡ്ഡുവിനെ കൂടി ഒഴിവാക്കാൻ ഗംഭീറിന്റെ നീക്കം. ഇന്ത്യയുടെ ഏകദിന ടീമിൽ നിന്ന് മാത്രമല്ല, ടെസ്റ്റ് ടീമിൽ നിന്നും രവീന്ദ്ര ജഡേജ പുറത്തായേക്കും എന്നാണ് വിവരം. ടീമിൽ മാറ്റങ്ങൾക്ക് സമയമായോ എന്ന് തീരുമാനിക്കേണ്ടത് സെലക്ടർമാരാണ്. സേഫായിട്ടുള്ള ജഡേജയുമായി മുന്നോട്ട് പോകാനോ അതോ താരങ്ങളെ പകരക്കാരായി ടീമിലേക്ക് കൊണ്ടുവരണമോ എന്നത് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ടെസ്റ്റ് ക്രിക്കറ്റിൽ പോലും ജഡേജ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വിഷമിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹത്തിൽ നിന്ന് ടീം മുന്നോട്ട് പോകണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്. പ്രത്യേകിച്ചും ഏകദിന ഫോർമാറ്റിലാണ് ഇത് കൂടുതൽ അനിവാര്യമായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ചില കടുപ്പമേറിയ കോളുകൾ പ്രതീക്ഷിക്കാമെന്നും അടുത്ത വൃത്തങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടുമായി അടുത്ത മാസം 6-ന് തുടങ്ങാനിരിക്കുന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ രവീന്ദ്ര ജഡേജയെ ഉൾപ്പെടുത്തുമോ എന്ന കാര്യം സംശയമാണ്. പകരം മറ്റൊരു ഇടം കയ്യൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ അക്ഷർ പട്ടേലിനെ ആയിരിക്കും ടീമിലേക്ക് നറുക്ക് വീഴുക. എന്നാൽ ജൂണിൽ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ നടക്കുന്ന 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ അദ്ദേഹം തീർച്ചയായും ഉണ്ടാകും എന്നാണ് സൂചനകൾ. മധ്യനിരയിലുള്ളവർക്ക് അനുഭവ സമ്പത്ത് കുറവാണ് എന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. അതേസമയം 36-കാരനായ ജഡേജയുടെ കരിയറിലേക്ക് വന്നാൽ കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പിന് ശേഷം ഈ ഫോർമാറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. മറ്റ് 2 ഫോർമാറ്റുകളിലാണ് ജഡ്ഡു പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഏകദിനത്തിൽ ഇന്ത്യക്കായി 197 മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹം 2756 റൺസും 220 വിക്കറ്റുകളുമാണ് വീഴ്ത്തിയിട്ടുള്ളത്. ടെസ്റ്റിലാകട്ടെ 80 മത്സരങ്ങളിൽ നിന്നും 3370 റൺസും 323 വിക്കറ്റുകളുമാണ് ജഡേജയുടെ സമ്പാദ്യമെന്ന് പറയാനുള്ളത്. എന്നാലും ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൽ ഒരു ശുദ്ധികലശം തന്നെ നടത്താൻ സാധ്യതയുണ്ട്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഭീറിന്റെ ഭാവി കൂടി കണക്കിലെടുത്താണ് അദ്ദേഹം പുതിയ പ്ലാനുകൾ തന്നെ തയ്യാറാക്കുന്നത്.